തിരുവനന്തപുരത്ത് മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും നായയെ ഉപയോഗിച്ച് കടിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിപിടിയിൽ വർക്കല സ്വദേശി സനലാണ് പോലീസിന്റെ പിടിയിലായത്. ആഴ്ചകളായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്നലെ രാത്രിയാണ് വർക്കലയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തന്നെ കളിയാക്കുന്നതിലുള്ള വൈരാഗ്യത്തിലാണ് തോണിപ്പാറ സ്വദേശി രഞ്ജിത്തിനെ സനൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നായയെ ഉപയോഗിച്ച് കടിപ്പിച്ചത്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ സനൽ കൊല്ലം പരവൂരിൽ കായലിന് സമീപത്തുള്ള ഒളിത്താവളത്തിലായിരുന്നു. വർക്കലയിലെ ബാറുകളിൽ ഇയാൾ മദ്യപിക്കാൻ എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സനൽ പിടിയിലായത്. സനലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പുസ്തക വിൽപ്പനയ്ക്കായി വീട്ടിലെത്തിയവരെ നായയെ വിട്ട് കടിപ്പിച്ചതിനും കൊല്ലം പരവൂരിലുണ്ടായ അടിപിടിയിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഈ മാസം 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തോണിപ്പാറ ക്ഷേത്രോത്സവത്തിനിടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ രഞ്ജിത്ത് ആകസ്മികമായി സനലിന്റെ പുരയിടത്തിലേക്ക് വീണു. തുടർന്ന് പ്രതി സനൽ രഞ്ജിത്തിനെ വീടിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. ശേഷം അയിരൂർ പോലീസിൽ തന്നെയും കുടുംബത്തെയും രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് പ്രതി പരാതി നൽകി. ഈ പരാതിയിന്മേൽ നടത്തിയ പരിശോധനയിലാണ് രഞ്ജിത്തിന്റെ നിരപരാധിത്വം വ്യക്തമായതും പ്രതി സനലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.